ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് സാമൂതിരിയുടെ തട്ടകത്തിൽ തുടക്കമായി. ഇനി 7 ദിനരാത്രങ്ങൾ കേരളത്തിന്റെ കണ്ണും കാതും കോഴിക്കോട് നഗരത്തിലായിരിക്കും. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവിസ്മരണീയമാക്കാൻ കോഴിക്കോടൻ ജനത ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക്. കലാമാമാങ്കത്തിന് കേളിക്കൊട്ടുണർന്നു. ഇനി 7 രാപ്പകലുകൾ ഉത്സവലഹരിയിൽ. ജില്ലയിൽ പുതിയ 7 മുനിസിപ്പാലിറ്റികൾ. പുതിയവയിൽ കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ബേപ്പൂരും ചെറുവണ്ണൂർ, നല്ലളവും എലത്തൂരും. മധുര നഗരിക്ക് കലയുടെ ഇരട്ടി മധുരം. നഗരവീഥികളെ ആവേശം കൊള്ളിച്ച് കലോത്സവ ഘോഷയാത്ര. വാർത്തകൾ വിശദമായി. കൗമാരത്തിന്റെ ഉത്സവാഘോഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി. രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണ ഭട്ട് പതാക ഉയർത്തിയതോടെ 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വർണ്ണ ബലൂണും വർണ്ണക്കടലാസും കലാരൂപങ്ങളും ചടങ്ങിന് മാറ്റേകി. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ചരിത്ര നഗരിയിൽ കൊടിയേറി. രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണ ഭട്ട് പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് ഔപചാരിക തുടക്കമായി. പതാക ഉയരുമ്പോൾ കലയുടെ ശുഭ്രപതാക എന്ന പതാക ഗാനത്തിന് കുഞ്ഞു പ്രതിഭകൾ ഈണമിട്ടു. വർണ്ണബലൂണും വർണ്ണക്കടലാസും ചടങ്ങിന് മാറ്റേകി. ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ തിരുവാതിര, ഒപ്പന, മാർഗം കളി, കളരിപ്പയറ്റ്, കരാട്ടെ തുടങ്ങിയവയ്ക്ക് വിദ്യാർത്ഥികൾ ചുവടുവച്ചു. ഒപ്പം ബാൻഡുമേളമായതോടെ മൈതാനം ആർത്തിരമ്പി. ചടങ്ങിൽ VM ഉമ്മർ മാഷ് MLA, EK വിജയൻ MLA, VM മൂസ തുടങ്ങിയവർ പങ്കെടുത്തു. പകൽ 2:30-ക്ക് കടപ്പുറത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഗമിച്ചതോടെ വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി 7 നാൾ നീളുന്ന കലോത്സവത്തിന് തിരിതെളിയിച്ചു. തുടർന്ന് 6 മണിക്ക് 10 വേദികളിൽ മത്സരങ്ങൾ ആരംഭിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ആവേശം പകർന്ന് വർണ്ണാഭമായ ഘോഷയാത്ര തുറമുഖ നഗരത്തെ ഇളക്കിമറിച്ചു. വർണ്ണങ്ങളുടെ മഹാപ്രവാഹമായി മാറിയ ഘോഷയാത്രയ്ക്ക് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും വിവിധ വാദ്യമേളങ്ങളും അകമ്പടിയേകി.
17ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. 7000-ഓളം കുട്ടികളാണ് ഘോഷയാത്രയിൽ അണിചേർന്നത്. ടാഗോർ സെന്റിനറി ഹാൾ, CH ഓവർബ്രിഡ്ജ്, സ്റ്റേറ്റ് ബാങ്ക്, കണ്ണൂർ റോഡ് വഴി പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ചു. കേരളത്തനിമയും കോഴിക്കോടിന്റെ ചരിത്ര പാരമ്പര്യവും വിളിച്ചോതുന്ന ഫ്ലോട്ടുകളും കലാരൂപങ്ങളും വിവിധ വാദ്യമേളങ്ങളും ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏറ്റവും നല്ല പ്ലോട്ടുകൾക്കും മികച്ച പ്രകടനത്തിനും ഇത്തവണ സ്കൂളുകൾക്ക് 1ഉം 2ഉം സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി കൺവീനർ ജോസ് തോമസ് ഞാവളിന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടന്നത്. സംഘാടക സമിതി ഭാരവാഹികളും ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും ഘോഷയാത്രയിൽ അണിചേർന്നു. Around the world to be brave. കോഴിക്കോട് ഇനി 7 മുനിസിപ്പാലിറ്റികൾ കൂടി നിലവിൽ വരുന്നു. എലത്തൂർ, നല്ലളം, ചെറുവണ്ണൂർ, ബേപ്പൂർ, രാമനാട്ടുകര, ഫറോക്ക്, കൊടുവള്ളി, മുക്കം, പയ്യോളി എന്നീ മുനിസിപ്പാലിറ്റികളാണ് നിലവിൽ വരുന്നത്. മുനിസിപ്പാലിറ്റി രൂപീകരണത്തിന് എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ 7 മുനിസിപ്പാലിറ്റികൾ പുതുതായി രൂപവൽക്കരിക്കാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തോടെ ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറിമറിയും. എലത്തൂർ, നല്ലളം, ചെറുവണ്ണൂർ, ബേപ്പൂർ, രാമനാട്ടുകര, ഫറോക്ക്, കൊടുവള്ളി, മുക്കം, പയ്യോളി എന്നീ മുനിസിപ്പാലിറ്റികളാണ് നിലവിൽ വരുന്നത്. 5 വർഷം മുമ്പ് കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്ത എലത്തൂർ, നല്ലളം, ചെറുവണ്ണൂർ, ബേപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ വീണ്ടും മുനിസിപ്പാലിറ്റികളായി രൂപം മാറുമ്പോൾ നിലവിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ മാറ്റം വരും. ഗ്രാമപഞ്ചായത്തുകളായ കൊടുവള്ളി, മുക്കം, പയ്യോളി, രാമനാട്ടുകര, ഫറോക്ക് എന്നിവ മുനിസിപ്പാലിറ്റികളാവുമ്പോൾ അതും UDFന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോർപ്പറേഷനിൽ നിന്ന് പ്രദേശങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് മാസങ്ങളായി രാഷ്ട്രീയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പഞ്ചായത്തുകളായിരുന്ന എലത്തൂർ, ബേപ്പൂർ, നല്ലളം, ചെറുവണ്ണൂർ എന്നീ പ്രദേശങ്ങൾ കോർപ്പറേഷനിലേക്ക് മാറ്റിയത് LDFന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയായിരുന്നെന്ന് UDFും ഇപ്പോൾ ഇവയെ കോർപ്പറേഷനിൽ നിന്ന് അടർത്തി മാറ്റുന്നത് UDFന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്ന് LDFും ആരോപിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭൂവിസ്തൃതിയും ജനസംഖ്യയും വെട്ടിച്ചുരുക്കുന്നത് കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാവാൻ തടസ്സമാവുമെന്നാണ് LDF വാദം. ജനസംഖ്യാ കുറവ് കാരണം പല പദ്ധതികളും കോഴിക്കോടിന് നഷ്ടമായി കൊണ്ടിരിക്കെയാണ് പുതിയ മുനിസിപ്പാലിറ്റി തീരുമാനം. ഇത് കോഴിക്കോട് നഗരത്തെ പിന്നോട്ടടിപ്പിക്കും. 2000-ന് ശേഷം നഗരവികസനത്തിനുള്ള പദ്ധതികൾ 5 ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള പട്ടണങ്ങൾക്കാണ് നൽകി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് 3 പഞ്ചായത്തുകൾ കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ 6 ലക്ഷമാണ് ജനസംഖ്യ. പുതിയ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച നഗരപദ്ധതികളിൽ മില്യൺ സിറ്റികളെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ കോർപ്പറേഷനിൽ നിന്ന് പ്രദേശത്തെ വെട്ടിച്ചുരുക്കുന്നത് കേന്ദ്ര ഫണ്ട് ലഭ്യമാവാതിരിക്കാൻ ഇടയാക്കുമെന്നും LDF വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ കോർപ്പറേഷനിൽ സ്ഥാനം ലഭിച്ചിട്ടും പഴയ പഞ്ചായത്തുകളുടെ സ്ഥിതി ദയനീയമായി തുടരുകയായിരുന്നെന്നും അതിനാൽ പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപവൽക്കരിക്കണമെന്നുമാണ് UDF വാദിച്ചത്. ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് അടർന്നു പോകുന്ന എലത്തൂർ, ബേപ്പൂർ, നല്ലളം, ചെറുവണ്ണൂർ എന്നിവയെല്ലാം LDFന് മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ്. മുനിസിപ്പാലിറ്റികളാവുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കൊടുവള്ളി, രാമനാട്ടുകര, പയ്യോളി പഞ്ചായത്തുകൾ UDFും ഫറോക്ക്, മുക്കം പഞ്ചായത്തുകൾ LDFുമാണ് ഭരിക്കുന്നത്.
മുനിസിപ്പാലിറ്റി രൂപീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ ബേപ്പൂരിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മാത്തോട്ടത്തു നിന്നും ആരംഭിച്ച പ്രകടനം ബേപ്പൂർ അങ്ങാടിയിൽ സമാപിച്ചു. UDF നേതാക്കളായ TK അബ്ദുൾ ഗഫൂർ, MI മുഹമ്മദ് ആജി, P മാധവദാസ്, രമേശ് നമ്പിയത്ത്, ജബ്ബാർ മാസ്റ്റർ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന യുവകൃതികൾ എക്സിബിഷൻ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടുകൂടിയാണ് 5 ദിവസങ്ങളിലായി കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ യൂത്ത് ഹോസ്റ്റലിൽ ദേശീയോദ്ഗ്രഥന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്ന യുവകൃതി എക്സിബിഷൻ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ശരീരഭാഷ മറ്റൊരാൾ കാണിക്കുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ശരീരഭാഷ അവരിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും ശരി വിഗ്രഹം കാണിക്കാൻ ഇഷ്ടമല്ല, അതേമാതിരിയുള്ള നിങ്ങളുടെ ശരീരഭാഷയിലൂടെ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഭാഷ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് മറ്റാളുകൾ എന്ത് സംസാരിക്കണം, ഏത് വാക്ക് ഉപയോഗിക്കണം, ഏത് ഭാഷ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്കറിയാം. ആ ഭാഷ, ആ വാക്കുകൾ അതേ വിചാരത്തോട് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളെ അവരെ സ്വീകരിക്കും. അപ്പൊ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റാളുകളാൽ അംഗീകാരം കിട്ടുന്നതും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. അത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 150ഓളം യുവതീ യുവാക്കളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. യുവജന ദിനമായ ജനുവരി 12-നാണ് ക്യാമ്പ് ആരംഭിച്ചത്. പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150 അംഗങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുറ്റ്യാടിയിലെ സരിഗ കൈവേലി, വേദിക വായനശാല എന്നിവിടങ്ങളിൽ ഇവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 35 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ക്യാമ്പിലുള്ളത്. വ്യാഴാഴ്ച ഗാന്ധിജിയുടെ അപൂർവ ഫോട്ടോകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രദർശനവും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ആരംഭിച്ചിട്ടുണ്ട്. NYK ജില്ലാ യൂത്ത് കോർഡിനേറ്റർ PP രമേശ്, P ജയപ്രകാശ് തുടങ്ങിയവരാണ് ജില്ലയിൽ നടക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ചയാണ് ക്യാമ്പ് സമാപിക്കുക. കേരള പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് റിട്ടയറീസ് ഓർഗനൈസേഷന്റെ വാർഷിക സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് NJ റോക്കി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് റിട്ടയർഡ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പോലീസ് സേവനത്തിൽ നിന്നും വിരമിച്ചെങ്കിലും പരസ്പരമുള്ള സൌഹൃദ ബന്ധം തകരാതെ കൂടുതൽ ദൃഢമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് NJ റോക്കി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് നമ്മളൊക്കെ ജീവിക്കുന്നു. പക്ഷെ ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. മനുഷ്യർക്ക് പിന്നിലുള്ള പ്രത്യേക പ്രതിഭാസം അദ്ദേഹം എല്ലാ മനുഷ്യജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളൊക്കെ അങ്ങനെ ചെയ്തവരാണ്. നമ്മൾ ഈ ജീവിതത്തെ പറ്റി നമുക്ക് നമ്മുടെ ഉണ്ടായിരുന്ന ആരോഗ്യമൊക്കെ നമ്മൾ നശിപ്പിച്ചു. എന്തിനു വേണ്ടി? പണം സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമ്പാദ്യമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ജീവിക്കാതെ ഉത്കണ്ഠ പോലെ, ഭാവിയെ ഉത്കണ്ഠ പോലെ ജീവിക്കാൻ പോകുന്നു. PP ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷ വഹിച്ച സമ്മേളനത്തിൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ PK ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സത്യൻ മണ്ണൂർ, ഗിരിജ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Galaxy made of ABS material. 3G Triple Integration 3G Mobile Worldന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17-ന് രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4-ന് മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G Mobile World, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ.
വാർത്തകൾ തുടരുന്നു. ഇനി മറ്റ് യുവജനോത്സവ വാർത്തകൾ. സ്കൂൾ കലോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ നിർവഹിച്ചു. സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ കലാമേളയുടെ വിശദാംശങ്ങളും കോഴിക്കോടിന്റെ വിവരങ്ങളുമായി പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ബുക്ക് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പ്രകാശനം ചെയ്തു. ഇമ്മിണി വലിയ കലയരങ്ങ് എന്ന് പേരിട്ട ഫെസ്റ്റിവൽ ബുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥമാണ് പുറത്തിറക്കിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണ ഭട്ട് പുസ്തകം സ്വീകരിച്ചു. ചടങ്ങിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഇ.കെ. വിജയൻ MLA അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ ജീൻ മോസസ്, ലിംന സുരേഷ്, ഇ.കെ. അജിത് എന്നിവർ സംസാരിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ യൂസഫ് കോറത്ത് സ്വാഗതവും സുരേഷ് സുരാഗ് നന്ദിയും പറഞ്ഞു. കലോത്സവത്തിന്റെ പ്രോഗ്രാം ക്ലസ്റ്റർ മത്സരാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രകാശനം ചെയ്തു. പ്രോഗ്രാം ക്ലസ്റ്റർ M.K. രാഘവൻ MP, കൌൺസിലർ P. കിഷൻ ചന്ദ്രൻ നൽകിയും മാർഗനിർദ്ദേശങ്ങളുടെ ക്ലസ്റ്റർ DP.K. ഗോപാലകൃഷ്ണ ഭട്ട്, അഡ്വക്കേറ്റ് M. രാജന് നൽകിയും പ്രകാശനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പറമ്പാട്ട് സുധാകരൻ അധ്യക്ഷം വഹിച്ചു. K.C. അബു, DD ഡോക്ടർ ഗിരീഷ് ചോലയിൽ, P.K. അരവിന്ദൻ, ദിനേശൻ തുമ്പശ്ശേരി, M. മധു, P. രാമചന്ദ്രൻ, അംഗത്തിൽ അജയകുമാർ, V.K. രമേശൻ, P.K. ഹരിദാസൻ, വിശ്വൻ കേളത്ത്, P. ബാവക്കുട്ടി, U. അബ്ദുൾ ബഷീർ എന്നിവർ സംസാരിച്ചു. അനുഭവങ്ങൾ മലയായും മഴയായും ഇറങ്ങി വന്നു നിറയുന്നതാണ് കടലോളം കാഴ്ചകളുടെ 2015. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് കടലോളം കാഴ്ച 2015 വിദ്യാഭ്യാസ വിജ്ഞാന വിനോദ പ്രദർശനം നടക്കുന്നത്. മൂടിയ പുരാവസ്തു ശേഖരം മുതൽ ക്യാമറ കണ്ണുകൾ തുറന്നുവെച്ച് ഒപ്പിയെടുത്ത അത്ഭുത ചിത്രങ്ങളുടെ പ്രദർശനം വരെയാണ് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനം ഈ മാസം 21 വരെ തുടരും. 55ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കടലോളം കാഴ്ചകൾ 2015 എന്ന പേരിൽ വിദ്യാഭ്യാസ വിജ്ഞാന വിനോദ പ്രദർശനം നടക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻവശത്തുള്ള പബ്ലിക് ഹെൽത്ത് ലാബറട്ടറി ഗ്രൌണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. പൌരാണിക നഗരമായ കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും ആധുനിക കോഴിക്കോടിന്റെ സ്ഥിതി വിവരണങ്ങളും അടങ്ങുന്നതാണ് പ്രദർശനം. ഇതിന്റെ ഭാഗമായി കലോത്സവത്തിന്റെ ലോഗോ പ്രദർശിപ്പിച്ച സ്റ്റാമ്പും പ്രദർശനത്തിയിട്ടുണ്ട്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയനിന്റെ നേതൃത്വത്തിൽ ബാലവേലയ്ക്കെതിരെ കണ്ണേ മടങ്ങുക എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജിയുടെ ചിത്രങ്ങളുടെയും ഗാന്ധി ദർശനങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രദർശനമായി ഗാന്ധി പീസ് ഫൗണ്ടേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദർശനത്തിനായി 35 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനം M.K. രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പഴയ അളവ് ഉപകരണങ്ങൾ, ചീന ആഭരണങ്ങൾ, ഗ്രാമഫോൺ, ആഭരണപ്പെട്ടികൾ എന്നിവയും തിരുവിതാംകൂർ പൊൻപണം, കാളിപ്പണം, ചക്രം തുടങ്ങിയ പ്രദർശനത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂൾ കുട്ടികൾ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ ഏജൻസികൾ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫാം ഇൻഫർമേഷൻ ബ്യൂറോന്റെ ഒരു സ്റ്റാളുണ്ട്. അവർ കുട്ടികൾക്ക് കാർഷികമായ വിജ്ഞാനം കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ചില ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടിന്റെ മൊത്തം ചരിത്രം കാപ്പാട് മുതൽ ഞെളിയമ്പറമ്പ് വരെ എന്നുള്ള ഒരു പ്രദർശന പേരിട്ടുകൊണ്ട് പാഠഭേദത്തിന്റെ വക. ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, നാളികേര വികസന ബോർഡിന്റെ പ്രദർശനം, വിവിധ പുസ്തകങ്ങളുടെ മേള, മുൻ കലാതിലകം N. സെബീനയുടെ ചിത്രപ്രദർശനവും കടലോളം കാഴ്ചയിൽ നിറയുന്നു. കൂടാതെ ആയുർവേദ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട്. ഓരോ ദിവസങ്ങളിലും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ, അടിക്കുറിപ്പ് മത്സരങ്ങൾ, ഫോട്ടോഗ്രാഫി, പഠന ക്ലാസുകൾ, നാട്ടറിവ് ക്വിസ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഈ മാസം 21 സമാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പ്രധാന വേദിക്ക് സമീപം മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വൈഫൈ സംവിധാനമടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. M.K. രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ആധുനിക വാർത്താവിതരണ സംവിധാനങ്ങളുമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ സെന്റർ പ്രധാന വേദിക്കരികിൽ പ്രവർത്തനം ആരംഭിച്ചു. M.K. രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ITIT സ്കൂൾ ഡയറക്ടർ നൌഫൽ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ T. വേലായുധൻ, കൌൺസിലർമാരായ K. ശ്രീകുമാർ, ആമിന ടീച്ചർ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാ ഹരിദാസ്, മീഡിയ കമ്മിറ്റി കൺവീനർ K. സനോജ്, പ്രസ് ക്ലബ് സെക്രട്ടറി T. K. ബാലനാരായണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ജനകീയ ഓഡിറ്റിംഗിന് തയ്യാറെടുത്ത് വിവിധ പരിപാടികളുമായി രംഗത്തെത്തുമെന്ന് പ്രഖ്യാപിച്ച കൾച്ചറൽ ഇനീഷ്യേറ്റീവിനെതിരെ കലോത്സവ വേദി സംരക്ഷണ സാംസ്കാരിക കൂട്ടായ്മ LIC കോർണറിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മധുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഇനീഷ്യേറ്റീവിന്റെ ഇടപെടൽ സാംസ്കാരിക ഫാസിസമാണെന്നും ഇതിനെ ചെറുക്കേണ്ടത് പ്രബുദ്ധ കേരളത്തിന്റെ ആവശ്യമാണെന്ന വാദവുമായാണ് കലോത്സവ വേദി സംരക്ഷണ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. LIC കോർണറിൽ നടന്ന കൂട്ടായ്മ മധുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. A. ശാന്തകുമാർ അധ്യക്ഷം വഹിച്ചു.
ചന്ദ്രശേഖരൻ തിക്കോടി, MA നാസർ, T സുരേഷ് ബാബു, കരീംദാസ്, CK ജയചന്ദ്രൻ, സീമ കോഴിക്കോട്, നവീൻ രാജ്, സന്തോഷ് പാലക്കട എന്നിവർ സംസാരിച്ചു. പക്ഷപാതപരമായി പെരുമാറുന്ന വിധികർത്താക്കളെ നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും സർക്കാർ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ സമാന്തര സമീപനം സ്വീകരിക്കുന്നത് കലോത്സവ നടത്തിപ്പിനെ താളം തെറ്റിക്കുമെന്നും ഇത് മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുമെന്നും സാംസ്കാരിക കൂട്ടായ്മ വിലയിരുത്തി. കടലമ്മയുടെ അനുഗ്രഹത്തിനായി ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ സമുദ്രപൂജ നടന്നു. അജയൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അർച്ചനയും വിളക്കുപൂജയും നടന്നത്. സമ്പത്തിനും ഐശ്വര്യത്തിനുമായി കടലമ്മയെ പൂജിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആചാരമാണ്. ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദ്രപൂജയ്ക്ക് വൻ ഭക്തജനത്തിരക്ക്. നൂറുകണക്കിന് ഭക്തരാണ് പൂജയിൽ പങ്കെടുത്ത് കടലമ്മയുടെ അനുഗ്രഹം തേടിയത്. ചടങ്ങിന് മേൽശാന്തി M അജയൻ കാർമ്മികത്വം വഹിച്ചു. അനാദികാലം മുതൽക്ക് തന്നെ കടലിനെ അരയ സമാജം അമ്മയായാണ് ആദരിച്ചു വരുന്നത്. അരയരുടെയും അവരുടെ പൂർവികരുടെയും നിലനിൽപ്പ് തന്നെ കടലമ്മയെ ആശ്രയിച്ചാണ്. തങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും ഇവയെല്ലാം കടലമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉണ്ടായതെന്നും ഇവർ കരുതപ്പെടുന്നു. അതുകൊണ്ട് കടലമ്മയെ വർഷത്തിലൊരിക്കലെങ്കിലും പൂജിക്കുകയെന്ന് ഏവരുടെയും കർത്തവ്യമായും കരുതുന്നു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കോഴിക്കോട് സന്തോഷ് പ്രഭു പ്രഭാഷണം നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K വിജയൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി M ലാലു പ്രദീപ്, AV സ്വർണകുമാർ, കാരണവന്മാരായ M ദാസൻ, P അരുണൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ അമ്മമാർ നടത്തിയ പ്രത്യേക വിളക്ക് പൂജ, ഘോഷയാത്ര, പുഷ്പാർച്ചന, പ്രസാദ വിതരണം എന്നിവയും നടന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. 3G ട്രിപ്പിൾ ഇനോഗ്രേഷൻ 3G മൊബൈൽ വേൾഡിന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം, വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വാക്കുകളേക്കാൾ ലളിതമായി ഒരു കായിക ചരിത്രത്തെ പറഞ്ഞു തരുന്ന ഒരേ ഒരു ഉഷ ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ P മുസ്തഫ പകർത്തിയ 90ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിന്റെ സ്വന്തം MT വാസുദേവൻ നായരാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. വാക്കുകളേക്കാൾ ചിത്രങ്ങളിലൂടെ വളരെ ലളിതമായി കായിക താരം PT ഉഷയെ അവതരിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഫോട്ടോഗ്രാഫർ P മുസ്തഫ. ഉഷയുടെ കായിക ജീവിതത്തിന്റെയും വ്യക്തിഗത മുഹൂർത്തങ്ങളുടെയും ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ മുസ്തഫ പകർത്തിയ 90 ഉഷ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഒരേ ഒരു ഉഷ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ചിത്ര പ്രദർശനം മലയാളത്തിന്റെ സ്വന്തം MT വാസുദേവൻ നായരാണ് ഉദ്ഘാടനം ചെയ്തത്. ഉഷ കീഴടക്കിയ ഓരോ ചുവടുകളും ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കായിക താരമായ ഉഷ, പരിശീലകനായ ഉഷ, വാത്സല്യം തുളുമ്പുന്ന അമ്മയായ ഉഷ തുടങ്ങിയ ഉഷ എന്താണെന്ന് പറയുന്ന തരത്തിലാണ് ഉഷയുടെ ഓരോ ചിത്രങ്ങളും. ഉഷയുടെ ചിത്ര പ്രദർശനങ്ങളെക്കുറിച്ച് മുൻ കായിക താരം സത്യൻ ബാലൻ. ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു അത്ലറ്റിന് ഇന്നുവരേക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു ഫോട്ടോ പ്രദർശനം.
ഇന്ത്യയിലുള്ള മിക്ക മഹൽ വ്യക്തികളും അവരുടെ കൂടെ PT ഉഷ ജീവിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉഷയുടെ ചിത്രം പതിപ്പിച്ച തപാൽ സന്ദേശങ്ങൾ ഉഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രം പ്രദർശനത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഓരോ ചിത്രങ്ങളിലൂടെയും കണ്ണോടിക്കുമ്പോൾ ഉഷയുടെ ജീവിതം തന്നെ കാഴ്ചക്കാരുടെ മനസ്സിൽ പതിയുന്ന തരത്തിലാണ് ഉഷയുടെ ചിത്രപ്രദർശനം. പ്രദർശനം 16-ന് സമാപിക്കും. പ്രാദേശിക പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ജലകായിക ഇനങ്ങളെ പരിചയപ്പെടുത്താനും കായൽ സംരക്ഷണ ബോധവൽക്കരണവുമായി കൊല്ലത്തു നിന്നും കയാക്കിംഗ് സംഘം ബേപ്പൂരിലെത്തി. 11-അംഗ സംഘത്തിന് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. കടൽ താണ്ടിയെത്തിയ കയാക്കിംഗ് സംഘം ബേപ്പൂരിന് കൈമാറിയത് പ്രകൃതി സംരക്ഷണത്തിന്റെ പുത്തൻ പാഠങ്ങളാണ്. മാതൃഭൂമി സീഡിന്റെ സഹകരണത്തോടെ പ്രാദേശിക പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ജലകായിക ഇനങ്ങളെ പരിചയപ്പെടുത്താനും കായൽ സംരക്ഷണത്തെക്കുറിച്ചുള്ള സമൂഹ ബോധവൽക്കരണവുമായാണ് കൊപ്പം തുറമുഖത്തു നിന്ന് 11 പേർ അടങ്ങുന്ന സംഘം തുറമുഖത്തെത്തിയത്. സംഘത്തിന് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. വിപിൻ രാമചന്ദ്രൻ, മുരുകൻ കൃഷ്ണൻ, കൌശിക് കടുത്തോടി, രക്ഷിത് സിംഗാൾ, NS ആദർശ്, മാത്യു വർഗീസ്, ഡാനി ഗോർഗൻ, പ്രസാദ് കാടങ്കോട്, ഡോക്ടർ രാജകൃഷ്ണൻ, ജിബിൻ തോമസ് എന്നിവരും ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രേലിയ വരെ 80,000 കിലോമീറ്റർ കടൽ താണ്ടി ഏകയായി തുഴഞ്ഞെത്തിയ സാൻസി റോബ്മാനുമാണ് സംഘത്തിലുള്ളത്. കൌശിക് ചെറുവണ്ണൂർ സ്വദേശിയാണ്. സ്കൂളിൽ നടത്തിയ സ്വീകരണത്തിൽ കളക്ടർ CA ലത മുഖ്യാതിഥിയെ പങ്കെടുത്തു. എന്തുകൊണ്ട് നമ്മൾ ഈ സേഫ് മോഡായിട്ടുള്ള ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇനിയെങ്കിലും നമ്മൾക്ക് ഉണ്ടാകണം. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പം അഡ്വഞ്ചർ സ്പോർട്സും വാട്ടർ സ്പോർട്സും ഒക്കെ നമുക്ക് നമുക്ക് ഈ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു പാതയിൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു സംരക്ഷണമാണ് മറ്റു. കൌൺസിലർ P ജലജ, പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാന അധ്യാപിക V ജീജ, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അബ്രഹാം V കുര്യാക്കോസ്, കോസ്റ്റൽ ഷിപ്പ് മാനേജർ മൂസ അനസ്, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ PK രവീന്ദ്രൻ, ചീഫ് ലൈബ്രറിയൻ KK വിനോദ്, P സോമൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ, ഡോക്ടർ MP പത്മനാഭൻ, ഗോപു, ആനന്ദു, സദൻ, P പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. കക്കോടിയിൽ എരക്കുളം വളവിനു സമീപം മാലിന്യം റോഡിൽ ഒഴുക്കി. മുൻപും മാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. മാലിന്യം നിക്ഷേപിക്കൽ പതിവായ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ബാലുശ്ശേരി റോഡിൽ കക്കോടി മൂട്ടോളി സർവീസ് സ്റ്റേഷന് സമീപം എരക്കുളം വളവിനടുത്താണ് മാലിന്യം ഒഴുക്കിയത്. മുൻപ് 2 തവണ മാലിന്യം ഒഴുക്കിയതിനാൽ നാട്ടുകാർ പോലീസിനും ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയതിനെ തുടർന്ന് കുറച്ചുകാലം ഇത് ഒഴിവായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ എരക്കുളം വളവിനു സമീപം വൈദ്യുതി കാലുകൾ കൂട്ടിയിട്ടതിനോട് ചേർന്ന സ്ഥലത്താണ് കൂടുതലായി മാലിന്യം ഒഴുക്കിയത്. ദുർഗന്ധവും വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാലിന്യം ഒഴുക്കുന്നവരെ പിടികൂടാൻ സ്ക്വാഡുകളായി കാവലിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈപ്പാസിൽ മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് ഇതിനെതിരെ നാട്ടുകാർ ശക്തമായി രംഗത്ത് വന്നിരുന്നു. അറിയിപ്പുകൾ. പരിസ്ഥിതി സംരക്ഷണ സമിതി ജനുവരി 31-ന് കാവ് സംരക്ഷണ ദിനം ആചരിക്കും. ഇതോടനുബന്ധിച്ച് 26-ന് തളി സാമൂതിരി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9947858686 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലാമാമാങ്കത്തിന് കേളിക്കൊട്ടുണർന്നു. ഇനി 7 രാപ്പകലുകൾ ഉത്സവലഹരിയിൽ. ജില്ലയിൽ പുതിയ 7 മുനിസിപ്പാലിറ്റികൾ. പുതിയവയിൽ കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ബേപ്പൂരും ചെറുവണ്ണൂർ, നല്ലളവും എലത്തൂരും. മധുര നഗരിക്ക് കലയുടെ ഇരട്ടി മധുരം. നഗരവീഥികളെ ആവേശം കൊള്ളിച്ച് കലോത്സവ ഘോഷയാത്ര. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. 3G Mobile World, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര and കോഴിക്കോട്. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.